താങ്കളുടെ നോമിനേഷനിൽ മുഴുവൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും അതിനെ നിയമ പോരാട്ടം തുടരുമെന്നാണ് CPM പറയുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞേക്കണ അവർ പറഞ്ഞിരിക്കുന്ന ആരോപണം എന്തൊക്കെയാ? ഒന്ന്, ഞാൻ അഭിഭാഷകനാണ്, എൻ്റെ വരുമാനം അതിൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ 25 വർഷമായി പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ വരുമാനം രേഖപ്പെടുത്തുന്നത്? എന്തൊരു വിഡ്ഢിത്തം നിറഞ്ഞ ഒബ്ജക്ഷനാണ്. കേൾക്ക്. ഒന്ന്. രണ്ട്, ഞാൻ എൻ്റെ വണ്ടിക്ക് ഫൈൻ അടിച്ചു, അത് ഞാൻ അടച്ചിട്ടില്ല. എൻ്റെ വണ്ടിക്ക് ഒരു ബാധ്യതയില്ലെന്ന് ടൂറിസം ഡയറക്ടറാണ് എൻ്റെ ഓണർ. അദ്ദേഹം എനിക്ക് NOC തന്നിട്ടുണ്ട്. NOC ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. 2022 എനിക്ക് ഈ പുതിയ വണ്ടി തന്നത്. പഴയ വണ്ടി എന്നിട്ട് ടൂറിസം ഏറ്റെടുത്തു. ആ പഴയ വണ്ടി ടൂറിസത്തിൻ്റെ ഇരിക്കുമ്പോൾ ആ 2023 ആ വണ്ടിക്ക് ഫൈൻ അടിച്ചതിന് ഞാൻ എന്തിനാ ഫൈൻ കൊടുക്കണത്? അതാണ് അബദ്ധമാണ് ഇവർ പറഞ്ഞിരിക്കുന്ന പരാതി. അത് അതുപോലെ തന്നെ തള്ളിക്കളഞ്ഞത്. പിന്നെ സ്വർണത്തിന്റെ വില ഞാൻ കാണിച്ചില്ല എന്ന്. ഞാൻ സ്വർണ്ണം എത്ര പവനുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ പർച്ചേസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ അഫിഡവിറ്റ് കൊടുത്ത് സ്വർണത്തിന്റെ മാർക്കറ്റ് വാല്യൂ കാണിച്ചിട്ടുണ്ട്. അതായത് നോമിനേഷൻ പേപ്പറിൽ എത്ര വർഷമായി നോമിനേഷൻ കൊടുക്കുന്നത്? അതായത് മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി രണ്ടാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സ്ഥലവും കെട്ടിടമാണ്. അതിന്റെ മാർക്കറ്റ് വാല്യൂ കാണിക്കണം. മൂവബിൾ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അത് വാങ്ങിച്ചപ്പോഴുള്ള പർച്ചേസ് വാല്യൂ, അത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ രണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഒളിച്ചു വെച്ചിരിക്കുന്നത്? രണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ശരിയല്ലെന്ന്. ഇൻകം ടാക്സ് റിട്ടേൺ ശരിയല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റാണ് എനിക്ക് നോട്ടീസ് അയക്കേണ്ടത്. അതിൽ അലവൻസ് ഒരിക്കലും വെക്കില്ല. അലവൻസ് വരുമാനമല്ല, വരുമാനം സാലറിയാണ്. ഇൻകം ടാക്സ് ആക്ട് ആണത്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടല്ലേ നമ്മൾ ഇത് കൊടുക്കുന്നത്, ഇൻകം ടാക്സ്. ഇതുപോലെ അബദ്ധങ്ങൾ നിറഞ്ഞ കുറെ കാരണം അവർ തന്നെ വന്ന് പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ അത് നമുക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടൊരു സമയം വെച്ചു. ആ സമയത്ത് എല്ലാവരും കൂടി VD സതീശന്റെ പത്രിക തള്ളുമോ എന്നൊക്കെ പറഞ്ഞ് ചർച്ചയാക്കി. അത് നമ്മൾ മറുപടി കൊടുത്തപ്പോൾ അപ്പം തന്നെ ആ നോമിനേഷൻ സ്വീകരിച്ചു. അതിൻ്റെ അകത്ത് നിങ്ങൾ ചോദിക്കും, ഈ 4 കാര്യത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു അടിസ്ഥാനമുണ്ടോ? എല്ലാത്തിൻ്റെയും ഡോക്യുമെൻ്റ് ഉള്ളതല്ലേ. ഏത് കാര്യത്തിലാണ് ഞാൻ എത്രാമത്തെ പ്രാവശ്യം നോമിനേഷൻ കൊടുക്കുന്നത്?